प्यारे बच्चों, +1 उर्दू के नए क्लास में सबका खैर मकदम करता हूँ। हमारा तीसरा सबक एक रुबाई है। क्या है ये रुबाई? चलिए हम देखें कि ये रुबाई क्या है। देखिए, यहाँ बोर्ड पर मैंने एक रुबाई लिखी है, इसको देखिए। और हमारी दरसी किताब में भी रुबाई है। आप दोनों देखकर समझिए कि इस दोनों में കോമൺ क्या बातें हैं। ഒരു റുബായി ഇവിടെ ഉണ്ട്, ബോർഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു റുബായി നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. രണ്ടും കൂടി നോക്കുക നിങ്ങൾ, എന്നിട്ട് അതിലെന്താണ് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളെന്ന് നോക്കുക. देखिए क्या है, जिसमें जिस मुल्क में हो उसको बिगाड़ो न कभी, जिस डाल पर बैठो उसको काटो न कभी, रहना सीखो दिया सलाई की तरह, जिस घर में रहो उसको जलाओ न कभी. क्या है दोनों में? हाँ, सबसे पहला यह है कि दोनों में 4 ലൈൻസ് ഹേ. 4 വരിയാണ് രണ്ടിലുള്ളത് അല്ലേ? ഞാൻ ബോർഡിൽ എഴുതിയ ഈ റുബായിലും 4 വരിയാണ്, നമ്മുടെ പുസ്തകത്തിലുള്ള റുബായിക്കും 4 വരിയാണ്. तो हम ये कह सकते हैं कि 4 लाइन्स वाले नज्म को रुबाई कहते हैं. और लाइन को क्या कहते हैं उर्दू में? लाइन को मिसरा कहते हैं. मिसरा. मिसरा मीम स्वाद रे आइनान. मिसरा कहते हैं. क्या है? लाइन को मिसरा कहते हैं. तो रुबाई क्या है? 4 मिसरे वाली नज्म को रुबाई कहते हैं. यह है रुबाई का सबसे अहम खुसूसियत. 4 मिसरे वाली नज्म को रुबाई कहते हैं. दो मिसरे मिलकर क्या कहते हैं? उसको बैत कहते हैं. 2 മിസ്രകൾ ചേർന്നാൽ, 2 ലൈനുകൾ ചേർന്നാൽ അതിനെ ഒരു ബൈത്ത് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ റുബായിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ദോ ബൈത്തി എന്ന് പറയും. ക്യാ ഹേ? ദോ ബൈത്തി. दो बैती. तो 4 मिसरों वाली या 4 मिसरे वाली नज्म को रुबाई कहते हैं. उसका दूसरा नाम है दो बैती. और क्या है? देखिए, पहला, दूसरा और चौथा मिसरा, ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും വരികൾ അവസാനിക്കുന്നത് ഒരുപോലെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അല്ലേ? 3ാമത്തെ വരി മാത്രമാണ് വ്യത്യാസം. നമ്മുടെ പാഠപുസ്തകത്തിലുള്ള റുബായി എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇതേ പ്രത്യേകത കാണാം. 3ാമത്തെ വരി ഡിഫറെൻ്റ് ആയിരിക്കും. 1ഉം 2ഉം 4ഉം വരികൾ അവസാനിക്കുന്നത് ഒരേ വാക്കിലോ ഒരേ വാക്കുകളിലോ ആയിരിക്കും അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? देखिए यहाँ देखिए, न कभी न कभी न कभी ഒരേ വാക്കുകളിലാണ് ഈ 3 വരികൾ, 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും വരികൾ അവസാനിക്കുന്നത്. ഈ വാക്കുകൾക്ക്, അതായത് ഇതിൻ്റെ അവസാനത്തിൽ റുബായിയുടെ 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും വരികളിലെ അവസാനിക്കുന്ന ഒരേ വാക്ക്, ദ സെയിം വേർഡ്സ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് റദീഫ്. റദീഫ് എന്താണ്? ഒരു വരിയുടെ അല്ലെങ്കിൽ 2 വരികൾ ഉണ്ടെങ്കിൽ അതിൽ ആ വരിയിൽ അവസാനത്തിൽ ഉള്ള ഒരേ വാക്ക്, സെയിം വേർഡ്സ്, അതിനെയാണ് एक ही अल्फाज या एक ही लफ्ज या एक ही अल्फाज, उसको रदीफ कहते हैं.
और റദീഫിന് തൊട്ട് മുമ്പത്തെ വാക്കുകൾ നോക്കുക നിങ്ങൾ. ബിഗാഡോ, കാട്ടോ, ജലാവോ. സെയിം വേർഡ്സ് ആണോ? അല്ല, വേർഡ്സ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. ബിഗാഡോ, കാട്ടോ, ജലാവോ. ഓ എന്നാണ് ആ മൂന്ന് വാക്കും അവസാനിക്കുന്നത്. ഡിഫറെൻ്റ് വേർഡ്സ് ആണ്, ബട്ട് റൈമിംഗ് വേർഡ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാഫിയ എന്ന് പറയുന്നത്. കാഫിയ, കാഫിയ. ഇത് റദീഫ്, ഇത് കാഫിയ. അപ്പം എന്താണ്? റുബായി എന്ന് പറഞ്ഞാൽ 4 വരി ഉള്ള കവിത ആയാൽ മാത്രം പോരാ. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും വരി എന്തുണ്ടായിരിക്കണം? സെയിം കാഫിയയും സെയിം റദീഫും ഉണ്ടായിരിക്കണം. तो 4 मिसरे वाली नज्म को रुबाई कहते हैं. और रुबाई का पहला, दूसरा और चौथा मिसरा हम रदीफ और हम काफिया होता है. इदान रुबाई डे. यह है रुबाई का सबसे अहम खुसूसियात. तो चलिए देखते हैं कि हमारी दरसी किताब में रुबाई के बारे में क्या क्या कहते हैं. रुबाई. 4 मिसरे वाली नज्म को रुबाई कहते हैं. 4 വരികളുള്ള നസ്മിനെയാണ് റുബായി എന്ന് പറയുന്നത്. इसका दूसरा नाम दो बैती है. ഇതിന്റെ മറ്റൊരു പേരാണ് दो बैती. रुबाई का पहला, दूसरा और चौथा मिसरा हम काफिया व हम रदीफ होता है. റുബായിയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും വരികൾ സെയിം റദീഫും കാഫിയയും ഉണ്ടായിരിക്കും. റുബായി കാ ചൗഥാ മിസ്ര സബ്സെ ജ്യാദ അഹം ഹോത്താ ഹെ. റുബായിയുടെ നാലാമത്തെ വരിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇസ്മേ ഹുസ്നോ ഇഷ്ക്, ഫൽസഫ व अखलाक और मजहब व तसव्वुफ के अलावा शायर के अफकार व ख्यालात का भी इजहार होता है. इसमें ഹുസ്നോ ഇഷ്ക്, ഇതിൽ അതായത് റുബായിൽ പ്രതിപാദ്യമായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയാണ്. ഇതിൽ ഹുസ്നോ ഇഷ്ക്, ഹുസ്നു സൗന്ദര്യമാണ്, ഇഷ്ക് പ്രണയമാണ്. സൗന്ദര്യത്തെക്കുറിച്ചാവാം, പ്രണയത്തെക്കുറിച്ചാവാം. ഫൽസഫ വ അഖ്ലാഖ്, ഫിലോസഫി ആവാം, അതായത് തത്വചിന്തയാവാം. അഖ്ലാഖ്, മോറൽ വാല്യൂസ് ആവാം. और मजहब व तसव्वुफ, मതപരം റിലീജിയസ് ആവാം. तसव्वुफ, सूफिज्म आवाम. और इसके अलावा शायर के अफकार और ख्यालात का भी इजहार होता है. ഇതൊന്നും കൂടാതെ കവിയുടെ ചിന്തകളും ഭാവനകളും ഒക്കെ അതിൻ്റെയൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയായിട്ട് റുബായിയെ നമുക്ക് കാണാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, റുബായിൽ നമുക്ക് ഏത് തരത്തിലുള്ള ആശയവും റുബായിലൂടെ അവതരിപ്പിക്കാവുന്നതാണ്. रुबाई की खुसूसियत ये होती है कि शुरू के 3 मिसरों में कही गई बात को चौथा मिसरा मुकम्मल करता है. റുബായിയുടെ പ്രത്യേകത തന്നെ ഇതാണ്. എന്താണ്? കെ ഷുരു കെ 3 മിസ്രോമേ, ആദ്യത്തെ 3 വരികളിൽ കഹി ഗയി ബാത്ത് കോ, പറയപ്പെടുന്ന കാര്യത്തെ ചൗഥ മിസ്ര മുക്കമ്മിൽ കർത്താ ഹെ, 4ാമത്തെ വരിയാണ് അത് സമ്പൂർണ്ണമാക്കുന്നത്. इसलिए आखिरी मिसरा जोरदार और भरपूर होता है. അതുകൊണ്ട് തന്നെ അവസാനത്തെ വരി, അവസാനത്തെ മിസ്ര വളരെ പവർഫുൾ ആയിരിക്കും. റുബായി ഗോ ഷുറാമേ അനീസ്, അംജദ് ഹൈദരാബാദി, ജഗത് മോഹൻ ലാൽ റവാ, ഫിറാഖ് ഖോരക്പുരി വഗൈറ മഖ്ബൂലെ ആം ഹെ. റുബായി കവികളിൽ, റുബായി എഴുതുന്ന കവികളിൽ അനീസ്, അതുപോലെ അംജദ് ഹൈദരാബാദി, ജഗത് മോഹൻലാൽ റവ, ഫിറാഖ് ഖോരക്പുരി വഗൈറ മഖ്ബൂലെ ആം ഹെ. ഇത്രയും പേരുകൾ ഉറുദുവിൽ വളരെ പ്രശസ്തരായിട്ടുള്ള റുബായി കവികളാണ്. ആ പേരിൻ്റെ ഇടയിൽ ചില പേരിൻ്റെ മേലെ മുകളിൽ ചില അടയാളങ്ങൾ കാണാം നിങ്ങൾക്ക്. അത് അവരുടെ തൂലിക നാമമാണ്. അനീസ് എന്നുള്ളതിൻ്റെ മേലെ ഒരു അടയാളം കാണാം, അംജദ് എന്നുള്ളതിൻ്റെ മേലെ റവ, അതുപോലെ ഫിറാഖ്. ഇത് ഈ കവികളുടെയൊക്കെ തൂലിക നാമമാണ് അത്. हमारी दरसी किताब में दी गई रुबाई किसकी लिखी हुई है? हाँ, फिराक गोरखपुरी.
फिराक गोरखपुरी का असली नाम रघुपति सहाय है। 1896 1896 में उनकी पैदाइश हुई। वो उर्दू के अजीम शायरों में एक है। उनको 1969 में हिंदुस्तान का सबसे बड़ा अदबी इनाम क्या है, ज्ञानपीठ मिला। एक गज़ल गो शायर की हैसियत से वो ज़्यादा मशहूर है। उनकी रुबाइयों का मजमुआ रूप भी बहुत मशहूर है। 1982 में उनका इंतकाल हुआ। ഫിറാഖ് ഗോരഖ്പുരിയുടെ യഥാർത്ഥ പേര് രഘുപതി സഹായ് എന്നാണ്. 1896 അദ്ദേഹം ജനിച്ചു. അദ്ദേഹം ഉറുദുവിലെ വളരെ മഹാന്മാരായ കവികളിൽ ഒരാളാണ്. 1969 അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരു ഗസൽ കവി എന്ന നിലയിലാണ് ഫിറാഖ് കൂടുതൽ പ്രശസ്തനായത്. എന്നിരുന്നാലും രൂപ് എന്ന പേരിലുള്ള അദ്ദേഹത്തിൻ്റെ റുബായികളുടെ സമാഹാരം വളരെ പ്രശസ്തമാണ്. 1982 അദ്ദേഹം നിര്യാതനായി. चलिए अब हम देखते हैं कि हमारी दरसी किताब में दी गई इस रुबाई में फिराक गोरखपुरी क्या क्या कहते हैं। तू हाथ को जब हाथ में ले लेती है, दुख दर्द जमाने के मिटा देती है, संसार के तपते हुए वीराने में सुख शांत की गोया तू हरी खेती है। देखिए इसमें रदीफ क्या है, ഇതിലെ റദീഫ് ഏതാണ്? ശരിയാണ്, ഏതാണ്? ഹേ അല്ലേ. ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും വരിയിൽ ഒരേ വാക്ക് ഉള്ളത് ഹേ എന്നാണ്. അതിനാണ് നമ്മൾ റദീഫ് എന്ന് പറയുന്നത്. और काफिया हाँ ठीक है, लेती देती और खेती. ठीक है, നോക്കാം നമുക്ക് എന്താണ് ഈ റുബായിൽ ഫിറാഖ് പറയുന്നത്. തൂ ഹാത്ത് കോ ജബ് ഹാത്ത് മേ ലേ ലേത്തി ഹേ, നീ കൈയോട് കൈ ചേർത്ത് കഴിഞ്ഞാൽ, നീ എൻ്റെ കയ്യിൽ കൈ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ. തൂ ഹാത്ത് കോ ജബ് ഹാത്ത് മേ ലേ ലേത്തി ഹേ, ദുഃഖ് ദർദ് ജമാനെ കെ മിട്ടാ ദേത്തി ഹേ. ദുഃഖ് ദർദ്, ദുഃഖ് വേദനയാണ്, ദുഃഖമാണ്. ദർദ് വേദനയാണ്. ജമാന ലോകം. ദുഃഖ് ദർദ് ജമാനെ കെ മിട്ടാ ദേത്തി ഹേ. മിട്ടാദേന, മിട്ടാന മാഞ്ഞു പോവുക, ഇല്ലാതായി പോവുക. ദുഃഖ് ദർദ് ജമാനെ കെ മിട്ടാ ദേത്തി ഹേ, ഈ ലോകത്തിലെ ദുഃഖവും വേദനയും എല്ലാം ഇല്ലാതായി പോകുന്നു, മാഞ്ഞു പോകുന്നു. അതായത് പരസ്പരം കൈകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഈ ഒരു പടവസ്തു ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. കൈകൾ, മനുഷ്യർ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ ലോകത്തിലുള്ള ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഇല്ലാതാവുമെന്നാണ് കവി പറയുന്നത്. संसार के तपते हुए वीराने में, संसार क्या है, दुनिया, दुनिया के तपते हुए, तपना तपिക്കുന്ന, പൊള്ളുന്ന, തപ്തേ ഹുവേ വീരാനെ മേ, വീരാന ഡെസേർട്ടഡ് അല്ലെ, മരുഭൂമി പോലെയുള്ള, അല്ലെങ്കിൽ മരുഭൂമി, വിജനമായ എന്നൊക്കെയാണ് അർത്ഥം. സൻസാർ കെ തപ്തേ ഹുവേ വീരാനെ മേ, ലോകത്തിൻ്റെ പൊള്ളുന്ന വിജനതയിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പൊള്ളുന്ന മരുഭൂമിയിൽ. സുഖ് ശാന്ത് കി ഗോയാ തു ഹരി ഖേത്തി ഹേ, സുഖത്തിൻ്റെയും ശാന്തിയുടെയും ഗോയാ തു ഹരി ഖേത്തി ഹേ, തു ഹരി ഖേത്തി ജൈസെ ഹേ. ഹരി ഖേത്തി പച്ച പിടിച്ച ഹരിതാഭമായ, ഖേത്തി ഖേത്ത് വയലാണ്. അപ്പോൾ ഒരു ഹരിതാഭമായ വയൽ പോലെ അതിൻ്റെ സുഖവും ശാന്തിയും അല്ലേ. എന്താണ്, സംസാർ കെ തപ്തേ ഹുവേ വീരാനെ മേ സുഖ് ശാന്ത് കി ഗോയാ തു ഹരി ഖേത്തി ഹേ, ഈ ലോകത്തിലെ
പൊള്ളിക്കുന്ന വിജനതയിൽ, പൊള്ളിക്കുന്ന മരുഭൂമി പോലെ പൊള്ളിക്കുന്ന ഈ വിജനതയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ഒരു ഹരിതാപമായ വയൽ പോലെയാണ് നീ. അതായത് മനുഷ്യരെ പരസ്പരമുള്ള ഐക്യത്തെക്കുറിച്ചാണ് ഫിറാഖ് ഗോരഖ്പുരി പറയുന്നത്. फिराक गोरखपुरी इस रुबाई में इत्तिहाद यानी इकाई चाहे यूनिटी का पैगाम देते हैं. इंसान जब आपस में हाथ मिलाता है तो उसका दुख और दर्द मिट जाते हैं. इंसान आपस में प्यार और मोहब्बत के साथ रहते तो हर एक की जिंदगी सुख और शांति की हरी खेती बन जाती है. ഫിറാഖ് ഈ റുബായിൽ ഐക്യത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. മനുഷ്യർ പരസ്പരം കൈകൾ കോർത്താൽ അവൻ്റെ ദുഃഖങ്ങളും വേദനകളും ഇല്ലാതാകുന്നു. പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതം സുഖത്തിൻ്റെയും ശാന്തിയുടെയും ഹരിതാഭമായ ഒരു വയൽ പോലെ ആയിത്തീരുന്നതാണ്. मैं सोचता हूँ कि आप इस रुबाई का मफ़हूम यानी मीनिंग अच्छी तरह समझे होंगे. अब सरगर्मी के तौर पर आपके लिए 2-3 सवालात है. पहला सवाल, शायर के ख्याल में मिलजुल कर रहना एक बेहतर समाज की तश्कील के लिए लाजमी है. इसके बारे में अपने ख्यालात वाज़े कीजिए. शायर के ख्याल में कविയുടെ ചിന്തയിൽ मिलजुल कर रहना एक बेहतर समाज की तश्कील के लिए लाजमी है. मिलजुल कर रहना ഐക്യത്തോടെ ജീവിക്കുക എന്നുള്ളത് एक बेहतर समाज की तश्कील के लिए ഒരു നല്ല സാമൂഹ്യ സൃഷ്ടിക്ക്, ബെഹത്തർ സമാജ് കി തഷ്കീൽ നല്ല സമൂഹ സൃഷ്ടിക്ക് ലാസിമി ഹേ അത്യാവശ്യമാണ്. ഇസ്കെ ബാരെ മേ അപ്നെ ഖയാലാത്ത് വാസി കീജിയെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ വിവരിക്കുക. दूसरा सवाल, इस रुबाई का मफहूम अपने अल्फाज में बयान कीजिए. ഈ റുബായിയുടെ മഫ്ഹൂം അതായത് അതിൻ്റെ സാരം, മീനിങ് അപ്നെ അൽഫാസ് മേ ബയാൻ കീജിയെ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ, അതായത് സാധാരണ ഗദ്യ രൂപത്തിൽ എഴുതുക. और तीसरा सवाल, रुबाई की 4 ख़ुसूसियात लिखिए. रुबाई की 4 ख़ुसूसियात लिखिए. रुबाइയുടെ 4 പ്രത്യേകതകൾ എഴുതുക. तो ये क्लास हम यहाँ ख़त्म करेंगे. सबको शुक्रिया.